ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിനുള്ള സ്നേഹാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെയായിരിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിയിടോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ ദീർഘമായ സമയമാണ് എന്റെ മുൻപിലുള്ളത് എങ്കിലും ചെറിയൊരു ചിന്തയാണ് ഞാൻ തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എന്റെ ചിന്ത അവസാനിക്കുന്നതായിരിക്കും. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. എന്നോട് പറയുന്നത്, ഈ പൂർണ്ണജനത്തിൽ ഞാൻ പോലും ഈ പാട്ടുകളിൽ ഞാൻ പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ഈ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറായിട്ട് എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. 4 അധ്യായങ്ങളിലായി രൂത്തിന്റെ ജീവിത കഥ വളരെ മനോഹരമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ 4 അധ്യായങ്ങളിൽ രൂത്തിന്റെ ജീവിതത്തിലെ 4 പടികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ മോവാബിലെ രൂത്തിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. 2-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ വയലിലെ രൂത്തിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. 4-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ കളത്തിലെ രൂത്തിനെ കാണുവാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ വീട്ടിലെ രൂത്തിനെ, ബോവസിന്റെ വീട്ടിലെ രൂത്തിനെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 4 നിലകളിലുള്ള രൂത്തിനെ നമുക്ക് 4 പുസ്തകങ്ങളായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 മോവാബിലെ രൂത്ത്, 2 വയലിലെ രൂത്ത്, 3 കളത്തിലെ രൂത്ത്, 4 വീട്ടിലെ രൂത്ത്. നമുക്കറിയാം, ഈ വാക്യം ഇവിടെ വായിക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള പശ്ചാത്തലം നമുക്ക് വളരെ സുപരിചിതമാണ്. തന്റെ അമ്മാവിയമ്മയായ നവോമിയോട് രൂത്ത് പറയുന്ന സ്നേഹത്തോടെ പറയുന്ന, അല്ലെങ്കിൽ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി പറയുന്ന വാക്കുകളാണ് 16-17 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം ഇതിന്റെ പശ്ചാത്തലത്തിലോട്ട് തിരിഞ്ഞു പോകുമ്പോൾ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് 2 മക്കളെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന നവോമി, ആ നവോമി തന്റെ ജന്മദേശമായ ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് ആഗ്രഹിക്കുക. ആ നിലയിൽ തന്റെ 2 മരുമക്കളെയും ചേർത്ത് പിടിച്ച് അവരെ പിരിയുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഒരു മരുമകളായ ആ ഓർപ്പ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവൾ പൊട്ടിക്കരഞ്ഞിട്ട് അവളെ ചുംബിച്ചതിന് ശേഷം വേർപിരിയുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ നവോമി രൂത്തിനെ നാം കാണുമ്പോൾ രൂത്ത് പറയുകയാണ്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. ഒരു അമ്മാവി എന്നോടുള്ള മരുമകളുടെ ആഴത്തിലുള്ള മനോഹരമായ ഒരു സ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് നാം ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കാണുവാൻ കഴിയാത്ത വളരെ യഥാർത്ഥമായ ആഴത്തിലുള്ള മനോഹരമായ ഒരു സ്നേഹബന്ധത്തെ കുറിച്ച് നാം കാണുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ആ സ്നേഹബന്ധങ്ങളെ കുറിച്ചായിരുന്നല്ലോ ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. ആ നിലയില് രൂത്ത് ഇവിടെ പറയുക, നിന്നെ വിട്ടുപിരിയുവാൻ എനിക്ക് മനസ്സില്ല. എന്തുകൊണ്ടായിരിക്കാം രൂത്ത് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്? ഒരുപക്ഷെ രൂത്തിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ, താൻ രുചിച്ചറിഞ്ഞ ആ സ്നേഹം, ദൈവസ്നേഹം, ആ അമ്മാവിയുടെ സ്നേഹം, ആ ദൈവത്തിന്റെ സ്നേഹത്തെ വിട്ടുകളയുവാൻ, താൻ അനുഭവിക്കുന്ന ആ രക്ഷയുടെ സന്തോഷം ഒന്നിനു വേണ്ടി വിട്ടുകളയുവാനായിട്ട് രൂത്തിന് മനസ്സിലായിരുന്നു. നമുക്കറിയാം, രൂത്ത് ഏത് ദേശക്കാരിയായിരുന്നു? മോവാബ് ദേശക്കാരി. എന്താണ് മോവാബ് ദേശത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, തന്റെ ആ വല്യപ്പനായ ആ ലോത്തും ഒരിക്കലും വേർപിരിയുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അതേ ലോത്തായിരുന്നു യഥാർത്ഥത്തില് ഈ വാക്കുകളൊക്കെ അബ്രഹാമിന് മുമ്പിൽ പറയേണ്ടിയിരുന്നത്. എന്നാൽ തന്റെ തെറ്റായ തീരുമാനങ്ങള് ലോത്തിനെ നമുക്കറിയാം, മുൻപോട്ടുള്ള ആ ജീവിതത്തില് തന്റെ പുത്രിയിൽ കൂടെ ഒരു മകനെ ജനിക്കുകയും അവൻ ശപിക്കപ്പെട്ട് ജനിച്ചതുകൊണ്ട് അവന്റെ പേര് മോവാബാകുകയും ആ മോവാബിനെ രൂപപ്പെട്ട പട്ടണമാണ് ആ മോവാബിയ പട്ടണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ നിലയിൽ ശപിക്കപ്പെട്ട, ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ട, തകർക്കപ്പെട്ട ഒരു പട്ടണം
പട്ടണമാണ് മോവാബ് പട്ടണം. ആ മോവാബ് ദേശക്കാരിയായിരുന്നു രൂത്ത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവകൃപയാൽ ദൈവം അവളെ സ്നേഹിച്ചതുകൊണ്ട് അവള് ആ പശ്ചാത്തലമൊക്കെ വിട്ട് തന്റെ ആ പാരമ്പര്യമൊക്കെ വിട്ട് അദ്ദേഹത്തെ അറിഞ്ഞു ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല തനിക്കൊരു ഭർത്താവിനെ കിട്ടുവാനായിട്ട് സാധിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കുവാനുള്ളത് തന്റെ യൗവന കാലത്ത് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു രൂത്തിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങള്, ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ രൂത്ത് ആ തകർച്ചയിലോട്ടാണോ പോയത്, നിരാശയിലേക്കാണോ പോയത്, ആത്മഹത്യയിലേക്കാണോ പോയത്? അല്ല, മറിച്ച് രൂത്ത് ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി അവിടെ നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കൈപ്പേറി അനുഭവങ്ങൾ നേരിടുമ്പോൾ നാം എങ്ങനെയാണ് ആ വിഷയത്തെ സമീപിക്കുന്നത്? ദൈവത്തെ രൂത്തിനെ നമ്മുടെ കാണുകയാണ്. എന്റെ ദൈവം എന്റെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം എന്റെ ദൈവത്തിനാണ് ഉറക്കെ പ്രഖ്യാപിച്ചു പറയുക. അതേ, നിന്നെ വിട്ടുപിരിയുവാനും നിന്നെ അതേ മടങ്ങിപ്പോകാനും എന്നോട് പറയരുതേ. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവമെന്ന് രൂത്ത് ഇവിടെ പറയുന്നതായിട്ട് നാം കാണുക. കഴിഞ്ഞ കാലങ്ങളിൽ അവൾ അനുഭവിച്ച ദൈവസ്നേഹം, കഴിഞ്ഞ കാലങ്ങളിൽ അവൾ അനുഭവിച്ച ദൈവത്തിന്റെ കരുതലുകള്, ആ രക്ഷയുടെ സന്തോഷം, അത് ഒന്നിനു വേണ്ടി നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് രൂത്തിന് മനസ്സിലായിരുന്നു. അവൾ അങ്ങനെ ആ യാത്ര മുൻപോട്ട് പോകുക. അമ്മാവിയുടെ കൈ പിടിച്ച് ബേത്ലഹേമിലേക്കുള്ള അവരുടെ വരവ് നാം ആ മാതാവോടുള്ള വാക്യങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നവോമിയോട് ആ നാട്ടുകാര് ഇവൾ നവോമി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നവോമി പറയുക, ഞാൻ നവോമി എന്നല്ല മാറ എന്ന് വിളിക്കപ്പെട്ടവൾ എന്ന് പറയുക. സർവശക്തൻ എന്നോട് കൈപ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. നവോമിയുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ ഒരു വേള നവോമി തന്റെ പേര് വരെ മാറ്റുവാനായിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അല്പം മാറുവാനായിട്ടാണ് ഇവിടെ ഇടയായി തീർന്നത്. എന്നാൽ രൂത്ത് അതിശക്തിയോടെ കൂടുതൽ ധൈര്യത്തോടെ ദൃഢനിശ്ചയത്തോടു കൂടി ആ ദൈവത്തെ സ്നേഹിക്കുന്ന വലിയൊരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അവർ ബേത്ലഹേമിലെത്തുക. പിന്നീടുള്ള രണ്ടാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് അവൾ വയലിൽ എത്തുകയാണ്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം. ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പിറക്കട്ടെ എന്ന് ചോദിച്ചു. പോയിക്കൊള്ളുക അവിടെ എന്ന് അവൾ അവരോട് പറഞ്ഞു. രൂത്തിന്റെ മറ്റൊരു സ്വഭാവ സവിശേഷത നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കാണുക, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പിറക്കട്ടെ എന്ന് ചോദിച്ചോ. ഒരു അന്യദേശക്കാരിയായ രൂത്ത് വയലിനെ കുറിച്ചും വയലിലെ പണികളെ കുറിച്ചും യാതൊരു മുൻവിധിയുമില്ലാത്ത അല്ലെങ്കിൽ പ്രവൃത്തി പരിചയമില്ലാത്ത ഒരു രൂത്ത്, അവർ തന്റെ മുൻപോട്ടുള്ള യാത്രയിൽ ദൈവം തന്നെ മുൻപോട്ട് നടത്തും എന്നുള്ള ഉറപ്പോടുകൂടി ആ വയലിലേക്ക് പോകുന്നതിന് മുമ്പേ നവോമിയുടെ രൂത്തിന്റെ ഉറപ്പുള്ള വാക്കുകൾ നാം കേൾക്കുകയാണ്. അവിടെ എന്നോട് ദയ കാണിക്കുന്ന ഒരുവനുണ്ട്, അവിടെ എനിക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട് എന്ന് ആ രൂത്ത് ഇവിടെ പറയുക. രൂത്തിന്റെ ഉറപ്പുള്ള വിശ്വാസമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തില് മുൻപോട്ട് പോകുക, എന്റെ മുമ്പിൽ വയലുണ്ട്, എങ്കിലും ആ വയലിൽ തടന്നു പോകുവാന് എനിക്ക് ഒരിക്കലും ഇടവരികയില്ല. കാരണം എന്നോട് ദയ കാണിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട് എന്ന് ആ രൂത്ത് പറയുക. രൂത്തിന്റെ ഒരു വിശ്വാസം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ വിശ്വാസം പോലെ ഭാഗ്യവശാൽ അവൾ ചെന്നപ്പെട്ടത് ആ ബോവസിന്റെ വയലിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ബോവസ് അവളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത വളരെ മനോഹരമായ ചിത്രം നമുക്ക് താഴോട്ടുള്ള വാക്കുകൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അവളുടെ അവളെ കണ്ടതിന് ശേഷം അവിടെയുള്ള ഭൃത്യന്മാരോട് അവളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ബോവസ് ചോദിച്ചറിയുന്നതായിട്ട് കാണുകയാണ്. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ എപ്രകാരം വായിക്കുന്നു, ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, വെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായ സ്നേഹം ഇവിടെ രൂത്ത് അനുഭവിച്ചറിയ, ബോവസിൽ കൂടി അനുഭവിച്ചറിയ. ബോവസ് പറയുക, കേട്ടോ മകളെ, വെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവം എത്രമാത്രമാണ് തന്റെ മക്കളെ കരുതുന്നു എന്നുള്ളത് നമുക്ക് ഈ വാക്കുകളിൽ കൂടി കാണുവാനായിട്ട് സാധിക്കുന്നു.
രൂത്ത് ഭൃത്യന്മാർ ബാല്യക്കാരുടെ പുറകെ പെറുക്കുവാനായിട്ട് കടന്നു പോയപ്പോൾ അതെ നമുക്കറിയാം ബോവസ് പിന്നീട് അവളെ കാണുമ്പോൾ അവളോട് പറയുക, വേറൊരു വയലിൽ പോകേണ്ട. അവരുടെ വാക്കുകളില് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചത് കുടിക്കാം. മാത്രമല്ല പിന്നീട് അവിടെയുള്ള വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതെ 15ാമത്തെ വാക്കിൽ അവൾക്ക് പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട് അവൾ കറ്റുകളുടെ ഇടയിൽ നിന്ന് പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിനായിട്ട് അവൾക്കായിട്ട് കറ്റുകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. പ്രിയപ്പെട്ടവരെ, അവൾ കറ്റുകളെ അവർ വിട്ടേച്ചു പോകുന്ന കറ്റുകളെ പെറുക്കുവാനായിട്ട് ചെന്ന ഒരുവളാണ്. ബാല്യക്കാരുടെ പുറകെ പോകാൻ ആഗ്രഹിച്ചവളാണ്. എന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, കറ്റുകളുടെ ഇടയിൽ നിന്ന് പെറുക്കുവാനുള്ള ഒരു വലിയ പെർമിഷൻ ഇവിടെ രൂത്തിന് ലഭിക്കുകയാണ്. ആ രൂത്ത് എന്താണ് അപ്പൊ ചെയ്യുന്നത്? 10ാം വാക്യത്തിൽ അപ്പോൾ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരിയായിരിക്കെ എന്നെ വിചാരിക്കുവാൻ തക്കവണ്ണം നിനക്ക് എന്നോട് തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു. അതിന് ബോസ് പറയുക, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയും അമ്മയ്ക്കും നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെ വിട്ട് മുൻപേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ രൂത്തിന്റെ മനോഹരമായ സാക്ഷ്യം, ആ സാക്ഷ്യം അറിഞ്ഞപ്പോൾ ബോവസിന്റെ കരുതലുകള് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനൊരു സാക്ഷ്യം നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരുമോ? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ പല പ്രിയപ്പെട്ടവരോട് നമുക്ക് ചോദിച്ചാല്, ജസ്റ്റിനോട് ചോദിച്ചാല്, സജി ബ്രദറോട് ചോദിച്ചാല്, ഷിജി ബ്രദറോട് ചോദിച്ചാൽ അവർ പറയും, തങ്ങളുടെ പാരമ്പര്യം വിട്ട് തന്റെ ആ കുടുംബങ്ങളുടെ എതിർപ്പുകളെ അവഗണിച്ച് എല്ലാം ഉപേക്ഷിച്ച് അതെ ഞാൻ കർത്താവിനെ സ്നേഹിച്ചു, അതേപോലെ ഞാൻ കർത്താവിനായിട്ട് ചെയ്തു എന്ന് അവർക്ക് പറയുവാനായിട്ട് സാധിക്കും. അവർക്കൊരു കുറവുമില്ലാതെ ദൈവം അവരെ ഇത്രത്തോളം കരുതി. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പറയുവാനുള്ളത് അത് മാത്രമാണ്. ഇവിടെ രൂത്ത് തന്റെ മോവാബ് ദേശം വിട്ട് ദൈവത്തെ അറിഞ്ഞു, ദൈവത്തിനായിട്ട് നിലനിന്നു, ഉറച്ച തീരുമാനമെടുത്തപ്പോൾ പടികളായിട്ട് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലുകളും ഇവിടെ രൂത്ത് അനുഭവിച്ചറിയുക. 3ാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാം. അവിടെ കളത്തിലെ രൂത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3ാം അധ്യായം അതിന്റെ 3ാമത്തെ വാക്യവും 9ാമത്തെ വാക്യവും. ആകയാൽ സ്ത്രീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചൊല്ലുക, അയാൾ ഇന്ന് കുളിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഞാൻ ദാസിയായ എന്നെ വീണ്ടെടുക്കാനെന്ന് പറഞ്ഞു. വയലിൽ നിന്ന് അടുത്ത അവളുടെ ജീവിതത്തിലെ മറ്റൊരു പടിയിലേക്ക് അവൾ മാറുകയാണ്. അവളുടെ വസ്ത്രം മാറി, അവളുടെ ജീവിതത്തിന്റെ എല്ലാം ആ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരികയാണ്. അവൾ കുളിച്ച് വളരെ വിശുദ്ധിയോട് കൂടെ ആ കളത്തിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ആ ബോവസിന്റെ അരികിൽ വന്ന് കിടക്കുന്ന രൂത്തിനെ നാം കാണുക. ആ അരികിൽ വന്ന് കിടന്നപ്പോൾ രൂത്തിന് ധാന്യം ചോദിക്കാമായിരുന്നു, മാത്രമല്ല അവർക്ക് നന്മകൾ ചോദിക്കാമായിരുന്നു. അവളൊരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, അതെ അടിയന്റെ മേൽ ആ പുതപ്പ് ഇടണമേ. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി അവൾ കരഞ്ഞു മേടിച്ച പുതപ്പ്, അവൾ യാചിച്ചു മേടിച്ച പുതപ്പ്, പിറ്റേ ദിവസം രാവിലെ ആ പുതപ്പ് നിറച്ചും ധാന്യവുമായിട്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന രൂത്ത്. മാത്രമല്ല ആ ദൈവത്തിന്റെ ബോവസിന്റെ വലിയ ഉറപ്പ്, ഞാൻ തന്നെ വീണ്ടെടുക്കാമെന്നുള്ള ഒരു ഉറപ്പും ലഭിച്ച ശേഷമാണ് രൂത്ത് അവിടുന്ന് മടങ്ങിപ്പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് രാത്രിയുടെ യാമങ്ങളില് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുവാൻ നമുക്കിടയാകുമെങ്കിൽ, രാത്രിയുടെ യാമങ്ങളില് ദൈവത്തോട് യാചിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അതെ ആ ദൈവ കൃപയുടെ പുതപ്പ് അടിയന് മതി എന്ന് പറഞ്ഞാൽ ആ പുതപ്പ് നിറച്ചു തരുവാന് ദൈവം മതിയായവനാ. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് രാത്രിയില് അവൾ പുതപ്പ് ചോദിച്ചു മേടിച്ചപ്പോൾ ആ പുതപ്പ് നിറച്ചും ആ നന്മകൾ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് നമുക്ക് പറയുവാനുള്ളത്, കർത്താവേ നിന്റെ കൃപ എനിക്ക് മതി, ആ കൃപയുടെ പുതപ്പ് എനിക്ക് മതി എന്ന് പറയുവാൻ നമുക്ക് ഇടയാകുമെങ്കിൽ ആ പുതപ്പ് നിറച്ചും നൽകുവാൻ നമ്മുടെ ദൈവം മതിയായവനാ. ആ നിലയിൽ വളരെ സന്തോഷത്തോടു കൂടി നന്മകൾ പ്രാപിച്ച് ആ കളത്തിലെ രൂത്ത് തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ട് നാം കാണുക. 4ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാം. 4ാം അധ്യായത്തിലെ വീട്ടിലെ രൂത്തിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. 4ാം അധ്യായം 1ാമത്തെ വാക്യം. ഒരു ആളെ നാം വീണ്ടെടുക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ വീണ്ടെടുക്കണമെങ്കിൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാർ അല്ലെങ്കിൽ രക്തബന്ധമുള്ളവർ മാത്രമേ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ, ദത്തെടുക്കുവാനായിട്ട്. അതിനുശേഷമേ അവർക്കതിന് സാധിക്കില്ലെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ആ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ ബോസിനേക്കാൾ കുറച്ചുകൂടെ രക്തബന്ധമുള്ള മറ്റൊരു വീണ്ടെടുപ്പുകാരൻ അവിടെ ഉണ്ടായിരുന്നു നാം കാണുകയാണ്. ആ നിലയിൽ അവിടുത്തെ നിയമവ്യവസ്ഥകളെ വളരെ മാനിച്ചുകൊണ്ട് ബോവസ് പട്ടണവാതിക്കൽ ചെന്ന് അവിടെ ഇരിക്കുകയാണ്. ബോവസ് പറയുകയാണ്, വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടിടോ, ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കുക എന്ന് ബോവസ് വീണ്ടെടുപ്പുകാരനോട് പറയുകയാണ്. എന്നാൽ വീണ്ടെടുപ്പുകാരനോട് തന്റെ ആവശ്യമൊക്കെ അറിയിച്ച ശേഷം വീണ്ടെടുപ്പുകാരന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. 6-ാം അധ്യായം. അതിന് വീണ്ടെടുപ്പുകാരൻ, തനിക്കത് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല, തന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും, ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടതിന് നീ വീണ്ടെടുത്തുകൊള്ളുക, എനിക്ക് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുക. വീണ്ടെടുപ്പുകാരന് രൂത്തിനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയാത്ത ഒരു കാര്യം നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ ബോവസിന് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് രൂത്തിനെയും അവളുടെ നമുക്ക് രൂത്തിനെ വിലക്കി വാങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സാക്ഷികളുടെ മധ്യേ, മറ്റുള്ളവരുടെ മധ്യേ നമുക്ക് രൂത്തിനെ വിലക്കി വാങ്ങിയതിനു ശേഷം 11-ാം അധ്യായത്തില് നമ്മളിവിടെ കാണുകയാണ്. അതിന് പട്ടണവാതിൽക്കാർ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആകട്ടെ, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. പ്രിയപ്പെട്ടവരെ, രൂത്തിന്റെ തീരുമാനം അവളെ ഇവിടം വരെ എത്തിച്ചിരിക്കുകയാണ്. റാഹേലിനെ പോലെയും ലേയെ പോലെയും. എന്താണ് റാഹേലിന്റെ ലേയുടെ പ്രത്യേകത? അത് അവരല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. പ്രിയപ്പെട്ടവരെ, അവളുടെ അരികൾ നിൽക്കാൻ പോലും യോഗ്യതയില്ലാതിരുന്ന രൂത്തിനെ ഇവിടെ ഇസ്രായേലിന്റെ ഗ്രഹം പണിയുവാനായി ദൈവം നിയോഗിക്കുക. അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ ദൈവം അവളെ കൊണ്ടുവന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവളെ കൊണ്ടുവന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം, അവളുടെ ജീവിതത്തില് ഒരു മകൻ ഉണ്ടാകുന്നു, ഒബേദ്. അതിനുശേഷം ഒബേദിന്റെ മകൻ ഉണ്ടാകുന്നു ഇശായിയുടെ മകൻ ദാവീദ്. ആ നിലയില് കർത്താവ് യേശുക്രിസ്തുവിന്റെ വംശാവലിയില് രൂത്തിന്റെ പേര് ചേർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അതിനിടയായിട്ട് തീർന്നത്? ഒരിക്കൽ അവൾ കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു. ഒരിക്കൽ കർത്താവിന് വേണ്ടി അവൾ നിലനിന്നു. ഞാൻ ഒന്നിനു വേണ്ടിയും ഒരു കാരണവശാലും എന്റെ ദൈവത്തെ വിട്ടു പിരിയുവാനായിട്ട് എനിക്കിടയായിട്ട് തീരുകയില്ല. ഞാൻ മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, രൂത്തിന്റെ ഉറപ്പുള്ള ഈ ഒരു ചിന്ത, ഈ ഉറപ്പുള്ള തീരുമാനം അവളെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന് കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് നമുക്ക് ഇങ്ങനെ തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? കർത്താവെ, ഒന്നിനു വേണ്ടിയും നിന്നെ വിട്ടുകളവാൻ, ഒന്നിനു വേണ്ടിയും നിന്നെ ഉപേക്ഷിക്കുവാൻ, എന്റെ ജീവിതത്തിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും സ്നേഹിക്കുവാൻ എനിക്കിടയാകുകയില്ല. അത് മരിക്കുന്നെങ്കിൽ ഞാൻ നിനക്കായിട്ട് മരിക്കും, ജീവിക്കുമെങ്കിൽ ഞാൻ നിനക്കായിട്ട് ജീവിക്കും. അങ്ങനെ കർത്താവിന്റെ അളവറ്റ കൃപകൾ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. രൂത്തിന്റെ പുസ്തകം ഇവിടെ അവസാനിക്കുക. എന്നാൽ നാം പറഞ്ഞ ഓരോ പോയിന്റിലെ ആത്മീയ വശങ്ങളിലേക്കും കൂടെ ഒന്ന് കടന്നു ചെന്ന് എന്റെ എളിയ ചിന്തയ്ക്ക് വിരാമം കുറിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കാം. നാം ഒന്നാമത് കണ്ടു മോവാബിലെ രൂത്ത്. പ്രിയപ്പെട്ടവരെ, മോവാബിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വരുവാൻ കഴിയാതെ പാരമ്പര്യത്തിലും വിഗ്രഹങ്ങളെ സേവിക്കുന്നതിനും മധ്യേ കഴിഞ്ഞിരുന്ന ഒരു രൂത്തായിരുന്നു. അതുപോലെ നാമും ഓരോരുത്തരും ആ നിലകളിലായിരുന്നു. നാം അന്യദേശക്കാരായിരുന്നു, നാം പരദേശികളായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ അവനെ അറിയുവാൻ, അവന്റെ സ്നേഹം അനുഭവിക്കുവാൻ നമുക്കിടയായിട്ട് തീർന്നു. ആ വയലിലെ രൂത്തിനെ ദൈവം വയലിലാക്കി ആ നന്മകളും കരുതലുകളും അനുഭവിച്ചറിയുവാനായിട്ട് രൂത്തിനിടയാക്കി. ദൈവം അവന്റെ വയലിൽ നമ്മെ ആക്കി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ വയലിൽ രൂത്തിനെ ആക്കിയപ്പോൾ രൂത്ത് വെറുതെ ഇരിക്കുവാനാണോ ഇടയായിട്ട് തീർന്നതല്ല. രൂത്ത് അവിടെ തന്റെ ജോലികൾ ചെയ്യുവാനായിട്ടാണ് ഇടയായിട്ട് തീർന്നത്. നമ്മയും ദൈവം അവന്റെ വയലിലാക്കി വെച്ചിരിക്കുന്നത് അവന് വേണ്ടി മഹത്വമുള്ള വേലകൾ ചെയ്യുവാനാ, അനേകരെ നേടുവാനായിട്ടാണ്, അവന്റെ പ്രവൃത്തികളെ ഘോഷിപ്പാനാണ്. ആ നിലയിൽ ഇന്ന് അവൻ വയലാക്കി വച്ചിരിക്കുന്നത് അവന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. ആ നിലയിൽ ഇന്ന് വയലിൽ അവന് വേണ്ടി അധ്വാനിക്കുവാൻ, അവന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, മഹത്വമേറിയ വേലകൾ ചെയ്യുവാന് ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതും കണ്ടു ആ കളത്തിലെ രൂത്ത് യാചിച്ചു, ആ കളത്തിലെ രൂത്ത് കരഞ്ഞു മേടിച്ചു. ആ നിലയിൽ ദൈവകൃപയുടെ പുതപ്പ് കരഞ്ഞു മേടിക്കുവാനായിട്ട് ഇടയായിട്ട് ചെല്ലണം. ഈ വയലും ഈ കളവും ഒക്കെ നമുക്കറിയാം. പഴയ കാലത്ത് ആൾക്കാരോട് ചോദിച്ചാൽ അവർക്ക് അത് കണ്ടിട്ടുള്ളതാണ്. കൊയ്യുന്ന ആ ദിവസം ഇതിനിടയിൽ ഒരു കളപ്പുര കൂടെയുണ്ട്. കളപ്പുര. വയലിൽ നിന്ന് കൊയ്ത്
അതേ ആ കളത്തിൽ കൊണ്ടുവരും. അവിടെ ആ ധാന്യം അവിടെ ആ നെല്ല് മെതിച്ച് പദം വരുത്തി കളപ്പുരയിൽ ശേഖരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ആ പദം വരുത്തുമ്പോൾ ഒരു പതിര് രൂപാന്തരപ്പെടും. ആ പതിരിനെ കാറ്റുകൊണ്ട് വീശി അതിനെ മാറ്റി തീയിലിട്ട് ചുട്ടുകളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കിടാത്തത്തിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതെ അവൻ ഒരിക്കൽ വരും, അവൻ വയലിൽ നിന്ന് അവൻ കൊയ്ത് കളത്തിൽ കൊണ്ടുവന്ന് വീശുമുറം വീശുമ്പോൾ ആ പ്രത്യാശയും സ്നേഹവും ആ ആത്മാർത്ഥതയുമുള്ള വിശുദ്ധ ജനമോടെ നിൽക്കും. എന്നാൽ ഇതൊന്നുമില്ലാത്തവർ പാറിപ്പോകുവാനായിട്ട് ഇടയായിട്ട് തീരും. ആ നിലയിൽ പാറിപ്പോകാതെ ആ ധാന്യമണികളോട് ചേർന്ന് ഏറ്റവും നന്മ അനുഭവിക്കുന്നവരായിട്ട് നിൽക്കണമെങ്കിൽ ഇന്ന് നാം ഈ നിലയിൽ തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. പിന്നെ നാം കണ്ടു വീട്ടിലെ രൂത്ത് 4-ാം അധ്യായത്തില് നാം ആ രൂത്തിനെ വീണ്ടെടുക്കുന്ന ആ വീണ്ടെടുപ്പ് 1-ാമത്തെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ആരായിരുന്നു ആ 1-ാമത്തെ വീണ്ടെടുപ്പുകാരൻ? അത് ന്യായപ്രമാണമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നേക്കുമായ ആ വീണ്ടെടുപ്പ് ആ ന്യായപ്രമാണത്തിന് നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയാതെ പോയപ്പോൾ ബോസായ കർത്താവ് നമ്മെ വീണ്ടെടുത്തു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്ത, ആരാലും തള്ളിക്കളഞ്ഞ നമ്മെ ഓരോരുത്തരെയും ആ ക്രൂശിന്റെ സ്നേഹത്താൽ ദൈവം നമ്മെ വീണ്ടെടുത്തു. ആ ലോകം ചോദിക്കും, ബോസെ നീ എന്തിനാണ് ദേശക്കാരെ തിരഞ്ഞെടുത്തത്? അപ്പോൾ പറയുവാനുള്ളത്, അതെ ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവരെ കൈക്കൊണ്ടില്ല. ആ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ സ്വന്തമാക്കി തീർത്തു. അന്യദേശക്കാരെ ആയിരുന്ന നമ്മെ ഓരോരുത്തരെയും അവൻ ക്ഷണിച്ചു. അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുത്ത് പറഞ്ഞതുപോലെ, അന്യദേശക്കാരിയായിരിക്കെ എന്നോട് എത്രമാത്രം ദയ തോന്നിയത് എന്തിനാ കർത്താവേ, എന്നെ എത്രമാത്രം ക്ഷണിച്ചത് എന്തിനാ കർത്താവേ? അതെ അവൻ അത്രമാത്രം നമ്മെ ക്ഷണിച്ചു. അതുകൊണ്ട് അവനായിട്ട് നമുക്ക് തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. 11-ാം വാക്യം ഒന്ന് വായിക്കാം. 4:11. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകലജനവും മൂപ്പന്മാരും വന്നു, നിങ്ങൾ സാക്ഷികൾ തന്നെ എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെ മേയെ പോലെയും ആക്കട്ടെ. അവർ 20 കൊല്ലം ഇസ്രായേൽ ജനം പണിത് എഫ്രാത്തിൽ ഈ പ്രബലനും ബേത്ത്ലേഹേമിൽ വിസ്തൃതനുമായിരിക്കാം. ആ അന്യദേശക്കാരിയായിരുന്ന രൂത്തിന്റെ ആ തീരുമാനം അവളെ കൊണ്ടെത്തിച്ചത് ആ ഇസ്രായേൽ ഗ്രഹം പണിയുവാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ നിലയില് ആ ദൈവസന്നിധിയിലെ തീരുമാനമെടുക്കുമ്പോൾ നമ്മയും കർത്താവ് വിളിച്ച് വേർതിരിച്ച് അവന്റെ സന്നിധിയിലാക്കി വച്ചിരിക്കുന്നത് അനേകരെ പണിയുവാൻ, അനേകരെ നേടുവാനായിട്ടാണ്. ആ നിലയില് ഏറ്റവും മഹത്വമുള്ള വേല ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീരണം. ആ രാത്രി ആ രൂത്ത് കരഞ്ഞു മേടിച്ച കൃപയുടെ ആ പുതപ്പ്, അതാണ് അവൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഞാൻ ഒരു കഥ എങ്ങനെ കേട്ടിട്ടുണ്ട്. പർവ്വത ആരോഹണര് അവര് വലിയ പർവ്വതങ്ങൾ കീഴടക്കുമ്പോൾ അവർക്കെതിരായിട്ട് വലിയ തണുത്ത കാറ്റ് വീശും. ആ കാറ്റ് വീശുമ്പോൾ അവർക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് അവിടെ കവിണ്ണു വീഴും, അവരവിടെ കുമ്പിടും. ആ കാറ്റ് കടന്നു പോകുമ്പോൾ അവർ എഴുന്നേറ്റ് മുൻപോട്ട് പോകും. നാം കേട്ടിട്ടുണ്ട്. ആ നിലയില് നമ്മുടെ ജീവിതത്തില് പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും ആ നെടുവീർപ്പിന്റെയും ദുഃഖത്തിന്റെയും ആ പരാജയത്തിന്റെയും ഒക്കെ കാറ്റ് വീശും. അപ്പോൾ നമുക്ക് ചെയ്യുവാനുള്ളത് അവന്റെ സന്നിധിയിൽ മുട്ടുകുത്തുക എന്നുള്ളതാണ്. അവന്റെ സന്നിധിയിൽ വീട് കിടക്കുക എന്നുള്ളതാണ്. ആ പ്രതികൂലം മാറിപ്പോകും. ആ പ്രതികൂലം മാറിപ്പോയില്ലെങ്കിലും അതിന് മധ്യേ എഴുന്നേറ്റ് നിൽക്കുവാൻ ആ ഉറപ്പുള്ള ഭുജം കൊണ്ട് അവൻ നമ്മെ താങ്ങും. അവിടെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ അതേ നിത്യത വരാൻ പോകുക, അവിടെ വലിയ പീഡനകാലങ്ങൾ വരാൻ പോകുക. അന്ന് നിലനിൽക്കണമെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവരായിട്ട്, ദൈവസന്നിധിയിൽ കരയുന്നവരായിട്ട്, ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുന്നവരായിട്ട്, അതുപോലെ മാറിപ്പോകാതെ ആധാരമണികളെ പോലെ ഉറപ്പുള്ളവരായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരും. അതിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീരുമാനം കർത്താവിന് വേണ്ടി എടുക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. യജമാനൻ ഒരിക്കൽ വരും, അവന് തന്നെ ആ വിള ധാന്യത്തെ വീശുമ്പോൾ ആ പതിര് പോലെ പാറിപ്പോകാതെ അവന് വേണ്ടി അവസാനത്തോളം നിൽക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. ആ നിലയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീരുമാനം ഉറച്ചതായിരിക്കുവാൻ, അവന് വേണ്ടി നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പടിപടിയായി കർത്താവ് ഉയർത്തുകയും അവൻ നമ്മൾ അനുഭവിക്കുകയും മാത്രമല്ല ഏതവസ്ഥയിലും ആ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരും. ആ നിലയിൽ കർത്താവിന്റെ നന്മകള് അനുഭവിപ്പാൻ നമുക്കിടയായിട്ട് തീരും. നമ്മുടെ വീണ്ടെടുക്കുവാനും വീണ്ടും വരും. അതേ ആ ഒരുക്കത്തോടെ ആ വിശുദ്ധിയോട് കൂടെ അവന്റെ വരവിനായി കാത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. അവന് വലിയൊരു നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഈ നിലയിൽ സമയം തന്ന ദൈവസഭയോടുള്ള എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അവന് വലിയൊരു നാമം മഹത്വപ്പെടുമാറാകട്ടെ.